ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡേ. ഹായ് സൈസ്. ഇനി എൻ്റെ ഇത് സ്കൂളിൽ ഇതാണ് കേട്ടോ, റബ്ബർ. ഡബ്ബർ അല്ല, റബ്ബർ. ഇന്നാണ് ആമിമോക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ മോളെ സ്കൂൾ പോവാനായില്ലേ. ഇത് യൂണിഫോം ഒന്നുമല്ല, ജസ്റ്റ് ഒരു കുപ്പായാണ്. യൂണിഫോം അവർക്ക് ഇന്ന് കിട്ടണത്രേ. അപ്പം നമ്മൾ വഴിയെല്ലാം കാണിച്ചിരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിരാം കേട്ടോ. ഹായ് ആമി, എടി പോന്നു മോള്? അതല്ലേ ഇഷ്ടാ? ഇതാണിപ്പ എല്ലാം ഉണ്ടല്ലേ മോക്ക്? അത് റബ്ബർ അല്ലേ? അത് സാരമില്ലപ്പാ. നമ്മള് റെഡിയായല്ലേ മോളെ? അപ്പോൾ മുന്നേയുള്ളവർക്ക് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ആമി മോളുടെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, ടെൻഷനുണ്ട്. പക്ഷേ ഇന്ന് വലിയ ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കേട്ടോ. അപ്പം നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു മഴ പെയ്തിട്ടുണ്ട്. അവൾ വലിയ കുട്ടിയായി സ്കൂളിലേക്ക് പോവുകയാണ്. അമ്മ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ എടുക്കാൻ പോലും വിടാതെ മഴയത്ത് ഒറ്റയ്ക്ക് കൊടിയും തുറന്ന് നടപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്ഥിരം പോകുന്ന ബസ്സിലാണ്. ഞാൻ എപ്പോഴും പോകുന്ന ബസ്സിൽ തന്നെ കയറിയിട്ടുണ്ട്. അവർക്ക് ഇന്ന് 9:45 എത്തിയാൽ മതി. സാധാരണ ദിവസങ്ങളിൽ 9:30 കേട്ടോ ക്ലാസ്. ഇന്ന് നമുക്ക് ജസ്റ്റ് ഒരു മീറ്റിങ്ങും ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു മീറ്റിങ്ങും പിന്നെ നമ്മളെ വിടുമ്പോൾ തന്നെ കുട്ടികളെ ഒന്നിച്ച് വിടും കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾ കരയോ എന്നുള്ള ടെൻഷൻ ഇന്ന് എനിക്കുണ്ടായില്ല. പക്ഷെ നാളെ മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പം 12 o'clock വരെയാണ് കേട്ടോ ഇവർക്ക് ജൂൺ മാസം കംപ്ലീറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ടെൻഷനായിട്ട് മനസ്സിലുണ്ട്. അപ്പോൾ നമ്മൾ പ്രഭാത് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായത്. അപ്പം ഓട്ടോയിൽ പോകുമ്പോഴുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുന്നത്. ആമിമോൾ പൊട്ടും തന്നെ ടെൻഷനില്ല. എനിക്കും വലുതായ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ബാഗൊന്നും കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ. പക്ഷേങ്കിൽ ആമി മോൾക്ക് ഒരേ നിർബന്ധം ബാഗ് വേണം എന്നുള്ളതിൽ. അതുകൊണ്ട് പിന്നെ നമ്മൾ ബാഗ് കൊടുത്തു. നമ്മൾ സ്കൂളിലെത്തിയിട്ടുണ്ട്. സത്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം നെഞ്ഞ് അടിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നുള്ള കാര്യമൊന്നും അറിയില്ല, കാണാം. അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും 2 സെക്ഷൻ A, B ആണ് കേട്ടോ ക്ലാസ്സസ്. അപ്പോൾ ആ 2 സെക്ഷനായിട്ട് തന്നെ ഇരുത്തിയിട്ടുണ്ടായി മീറ്റിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഇരിപ്പിടം ഉറപ്പിച്ചിട്ടുണ്ടായി. അപ്പോൾ ആമിമോൾക്ക് അവിടെ എത്തുമ്പോഴേക്കും ഈ പുതിയ വാട്ടർ ബോട്ടിലൊക്കെ കണ്ട് ഫുള്ള് വാട്ടർ ബോട്ടിൽ നടക്കിടക്കേ എടുത്ത് വെള്ളം കുടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾക്ക് അവിടെ എത്തുമ്പോഴേക്കും മുദ്രിക്കാൻ മുട്ടലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഒന്നാമത് മഴ കൂടിയല്ലേ, അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ മീറ്റിങ് പ്രെയറൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ പ്രിൻസിപ്പലും ടീച്ചേഴ്സും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായി. അതൊക്കെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനുശേഷം യൂണിഫോമും കുട്ടികളുടെ ID കാർഡൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യായിരുന്നു ഉണ്ടായത്. A ക്ലാസ്സിലൊക്കെ കൊടുത്തതിന് ശേഷമാണ് B ക്ലാസ്സിലെ കൊടുത്തത്. അപ്പം നമ്മൾ ആമി മോള് B ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സെക്കൻഡാണ് കിട്ടിയത്. ആമി മോളുടെ പേര് വിളിച്ച് മോള് പോയി വാങ്ങിച്ചിട്ടുണ്ടായി. ഒരു അഡീഷണലായിട്ട് അവരുടെ ലോലിപോപ്പും പിന്നെ ഒരു കുഞ്ഞ് പെൻസിൽ പൗച്ചും അതിലുള്ളിലൊരു പെൻസിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. നമുക്ക് അത്രയും ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിത് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായി ഗോൾഡിൻ്റെ ഇയറിങ്സ് ഒന്നും നമ്മൾ ഇട്ട് കൊടുക്കരുത്, ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒന്നും ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ആമിക്ക് ഒരു ഇയറിങ് വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ നാട്ടിൽ വൻകുളത്ത് വയലെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ പോക്കൊക്കെ കഴിഞ്ഞ് നിങ്ങളിപ്പോൾ കാണുന്നത് സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ നമ്മളിപ്പം പ്രഭാത് ജംഗ്ഷനിൽ ആമിയുടെ സ്കൂളിലേക്ക് പോവാണ്. പുതിയ യൂണിഫോമൊക്കെ ഇട്ട് കമ്മലൊക്കെ മാറ്റി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പോൾ കമ്മലൊക്കെ മാറ്റി യൂണിഫോമൊക്കെ ഇട്ട് ID കാർഡൊക്കെ ഇട്ടിട്ട് എൻ്റെ പൊന്നു മോള് സുന്ദരിയായിട്ടുണ്ട്. അപ്പം കുറച്ച് സെൻറ്റിമെൻ്റൽ സീൻസൊക്കെ കഴിഞ്ഞിട്ട് അവരെ വെയിറ്റ് ചെയ്യുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ പള്ളിയുടെ അവിടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. ഇതാണ് ആ പള്ളി. അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പള്ളി. ഭയങ്കര ഇമോഷണൽ ഫീലിങ്സാണ് കേട്ടോ. കുട്ടികളെ അവിടെ ആക്കുമ്പം അവർ പഠിക്കും വലുതാവും എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ ആക്കുമ്പോഴും
ഭയങ്കര ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് 9:30 മുതൽ 12 മണി വരെ നമ്മൾ ഈ അമ്മമാരൊക്കെ നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ ഒന്ന് ബേബി ബീച്ചിലൊക്കെ പോയി. അങ്ങനെ 12 മണിയായി. 12 മണിയായപ്പോൾ നമ്മളിത് എല്ലാവരും വെയിറ്റിംഗ് തുടങ്ങി. ഞാനും ഇങ്ങനെ നോക്കുന്നുണ്ട് എവിടെയാണ് മോൾ, എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ. പക്ഷേ ഇത് A ക്ലാസ്സിലെ കുട്ടികളാണെന്ന് പിന്നെയാണ് കേട്ടോ അറിഞ്ഞത്. സത്യം പറയാലോ, എന്നെപ്പോലെ മക്കൾ എന്നാലോചിക്കുമ്പോൾ കണ്ണു നിറയുന്ന അമ്മമാർ ഞാൻ കുറേ അവിടെ വെച്ച് കണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പോകുമ്പം കരയുമ്പോഴാണെങ്കിലും കുട്ടികൾ തിരിച്ചു വരുമ്പോൾ കഴിയുമ്പോഴാണെങ്കിലും ഞാൻ എൻ്റെ ഒരു വീക്ക് പോയിൻ്റ് ആണോ അതെന്ന് ഞാൻ ഒരുപാട് തവണ കരുതിയിട്ടുണ്ട്. കാരണം ഞാൻ എപ്പോഴും ഭയങ്കര ആമിയുടെ കാര്യത്തിൽ ഭയങ്കര ഇമോഷണലാണ്. അപ്പം അവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അത് എൻ്റെ മാത്രം ഒരു മിസ്റ്റേക്കല്ല, അത് കുറേ പേരുണ്ട് അങ്ങനെ. അതൊരു മിസ്റ്റേക്കും അല്ല അല്ലേ, നമ്മുടെ ഓവർ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലവാണെന്ന് പറയാം. മാമിമോൾ എന്നെ കണ്ട ഉടനെ തന്നെ കരയാൻ തുടങ്ങി. അപ്പോൾ തന്നെ എൻ്റെ കൺട്രോൾ പോയി കേട്ടോ. അപ്പോൾ ഇത് ആമിയുടെ ക്ലാസ്സിലെ കുട്ടികളെ A ക്ലാസ് കംപ്ലീറ്റ് പോയപ്പോഴേക്കും ആമിയുടെ ക്ലാസ്സിലെ കുട്ടികളെ ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് കൊണ്ടുവരികയാണ്. ഞാൻ ആ ജനാലേൻ്റെ ഉള്ളിലെ കൂടെ നോക്കുകയാണ് എവിടെയാണ് എൻ്റെ മുത്തുള്ളത്, എവിടെയാണ് എൻ്റെ ഭാവിയുള്ളതെന്ന്. അപ്പം ഞാൻ കണ്ടു കേട്ടോ, 2 കുട്ടികൾ ഒന്നിച്ച് വരുന്നതിൽ ഒന്ന് ആമിമോളായിരുന്നു. അത് ഞാൻ കണ്ടുപിടിച്ചു. അപ്പോഴേക്കും അവൾ എന്നെ ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അതെ, അവൾ പോകുന്നുണ്ട് ആമിമോൾ. എന്നിട്ട് പെട്ടെന്ന് എന്നെ കണ്ട് എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടായി. അതൊക്കെ കാണുമ്പോഴേക്കും എനിക്ക് ആകെ ഇപ്പം ഇനി അവൾ നോട്ടീസ് ചെയ്തു. അപ്പോഴേക്കും പിന്നെ കരഞ്ഞുകൊണ്ട് വന്ന അത് കണ്ടപ്പോഴേക്കും എനിക്ക് ആകെ എൻ്റെ കൺട്രോൾ പോയി എന്ന് തന്നെ പറയാം. അതാണ് കേട്ടോ അവരുടെ പ്രിൻസിപ്പൽ, ആമീനെ കൊണ്ടുപോയതാണ് അവരുടെ പ്രിൻസിപ്പൽ. അവിടെ ഇരുന്ന് പാവൻ്റെ മോള് കരയാണ്. അതൊക്കെ കാണുമ്പോഴേക്കും ഞാൻ വേഗം ആദ്യം തന്നെ ആമീനെയാന്ന് ഞാൻ പോയിട്ട് വേഗം വിളിച്ചിട്ട് വന്നു. കാരണം ഇനിയും കരയാനാക്കണ്ട. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേങ്കിൽ അവൾക്ക് പണ്ടേ അത് ഞാൻ എന്നിട്ട് ബാംഗ്ലൂരിൽ നിൽക്കുന്ന സമയത്തും നമ്മൾ പ്ലേ സ്കൂളിലൊക്കെ അയക്കുമ്പം അവിടെ നിന്നാണെങ്കിലും അവൾക്ക് കൊണ്ടുവിട്ടതിന് ശേഷം കരച്ചിലൊക്കെ നിന്നിട്ടുണ്ടെങ്കിലും പിന്നെ അവിടെ എന്നെ കണ്ടു കഴിഞ്ഞാലാണ് കരയുക. ഞാനും കുറച്ച് ഇമോഷണലായിപ്പോയി. എനിക്കറിയില്ല എന്താണെന്ന് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന്. അപ്പോൾ ഇന്നത്തെ നിങ്ങൾ 2 ദിവസത്തെ നമ്മളെ ദിവസമാണ് കേട്ടോ ഇന്ന് കാണുന്നത്. സ്കൂള് തുറന്നിട്ടുള്ള ആദ്യത്തെ ആമിച്ചയുടെ അനുഭവം. അപ്പം അച്ഛന് ജോലി ഇല്ലാത്തതുകൊണ്ട് തന്നെ അച്ഛൻ നമ്മളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിനി. അതുകൊണ്ട് അങ്ങനെ നമ്മളിതേ അച്ഛൻ്റെ വണ്ടിയിൽ വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മാക്ക് സബ്സ്ക്രൈബ് ചെയ്യില്ലേ, ലൈക്ക് ചെയ്യട്ടാ. ബൈ ബൈ. Love you all.